സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന
ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നമുക്ക് മുന്നേ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു പ്രധാന പുരോഹിതനുണ്ട്. ഉദ്ധാനത്തിന്റെ 40-ാം നാൾ നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു. ഉദ്ധാനവും സ്വർഗാരോഹണ തിരുനാളുമൊക്കെ നമുക്ക് ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നത്. നമുക്ക് മുന്നേ ക്രിസ്തു കടന്നുപോയി, ക്രിസ്തു ഉറപ്പ് നൽകിയിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു ഉദ്ധാനശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു വെക്കുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നുവെന്ന് നിങ്ങളോട് പറയില്ലായിരുന്നു. അതോടൊപ്പം അവൻ കൂട്ടിച്ചേർക്കുന്നു: ഞാൻ തിരികെ വന്ന് നിങ്ങളെ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വലിയ ഒരു പ്രത്യാശയും ഉറപ്പും മാനവകുലത്തിന് മുഴുവൻ നൽകുന്നതായി ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും ഉദ്ധാനവും പെന്തക്കോസ്തയും ഒക്കെ മാറുന്നുണ്ട്. മുന്നേ കടന്നു പോകുന്നവർ സാധാരണയായി പ്രത്യാശയും പാഠവും ഒരു താക്കീതുമൊക്കെയായി മാറുന്നുണ്ട്. ക്രിസ്തു നമുക്ക് മുന്നേ കടന്നു പോകുന്നതും ഈ ഒരു ഉറപ്പും പ്രത്യാശയും നൽകിക്കൊണ്ടാണ്. തികച്ചും ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു പ്രത്യാശയും ഉറപ്പുമായി മാറുന്നത് നമുക്ക് വചനത്തിലൂടെ തന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സ്നേഹപൂർവം അരുളുമ്പോൾ ആ മൊഴിയിൽ തിളങ്ങി നിൽക്കുന്നത് ഈ ഒരു പ്രത്യാശയുടെ സ്വരമാണ്, ആ ഒരു ഉറപ്പിൻ്റെ സ്വരമാണ്. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ക്രിസ്തുവിൻ്റെ ഈ ഒരു പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ, വചനങ്ങൾ, മൊഴികൾ ഓരോ ദിവസവും അത് ഉറപ്പിൻ്റെ വിശ്വാസ ജീവിതത്തിൽ പ്രചോദനമായി മാറുന്ന ഒരു കാര്യമായിട്ട്, വസ്തുതയായിട്ട് തെളിഞ്ഞു നിൽക്കും. പിന്നീട് നമ്മൾ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 4-ാം അധ്യായം 14 തുടർന്ന് വായിക്കുമ്പോൾ അതിൻ്റെ 15 ഇപ്രകാരം പറയും: ഈ പ്രധാന പുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ കഴിവുള്ളവനാണ്, കെൽപ്പുള്ളവനാണ് എന്നാണ്. ഇവിടെ തെളിവാർന്ന് കാണുന്നത് ക്രിസ്തുവിൻ്റെ, നമുക്ക് മുൻപേ സ്വർഗത്തിലേക്ക് കടന്നുപോയ ക്രിസ്തുവിൻ്റെ നീതിബോധത്തെക്കുറിച്ചാണ് വചനം രേഖപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ അവനായിരിക്കുന്ന സാഹചര്യത്തിൽ, അവനായിരിക്കുന്ന ഇടങ്ങളിൽ, അവനായിരിക്കുന്ന അവൻ്റെ കുറവുകളിൽ മനസ്സിലാക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ നീതിബോധത്തിന് സാധിക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് പ്രകാരം, ഗെറ്റിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി അതേഴ്സ്. അതാണ് നമ്മൾ എംപതി എന്ന് പറയുന്ന വാക്കിനെ നിർവചിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഷൂസിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. അതിനർത്ഥം നമ്മൾ സാധാരണ ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ചെരുപ്പ് മാറി ഒരു പ്രാവശ്യം ഇടുമ്പോൾ തീർച്ചയായിട്ടും ആ ചെരുപ്പ്, നമ്മൾ മാറിയിട്ട ചെരുപ്പ് നമുക്ക് അലോസരപ്പെടുത്താറുണ്ട്, അസ്വസ്ഥതപ്പെടുത്താറുണ്ട്. അതിന് കാരണം നമ്മൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് പറിച്ചു നടുകയാണ്, അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിലേക്ക് നമ്മളായി ഇറങ്ങിച്ചെല്ലുകയാണ്. ഇതുപോലെയാണ് ഓരോ വ്യക്തികളും അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വ്യത്യസ്തരാണ്. അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അവർ കടന്നു പോകുന്ന മനോവ്യഥകൾ എല്ലാം വ്യത്യാസമാണ്. ഒരു പക്ഷേ ഒരു മനുഷ്യന് നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നവരും സ്നേഹിക്കുന്നവരുമായ ഒരു വ്യക്തിക്ക് പോലും നമ്മളെ ഉൾക്കൊള്ളണമെന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ നീതിബോധം ഒരു വ്യക്തിയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ്. അവൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനോടൊപ്പം കരം പിടിച്ചുകൊണ്ട് പറയും: ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ആ ഒരു പ്രത്യാശയും ഉറപ്പും നൽകുന്ന നീതിബോധമാണ്. മത്തായിയുടെ 5:20 ഇപ്രകാരം ക്രിസ്തു പറഞ്ഞു വെക്കുന്നുണ്ട്: നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കുവാനുള്ള ഒരു ആഹ്വാനം. തുടർന്ന് ആ വചനഭാഗത്തിൽ ക്രിസ്തു തന്നെ ഇപ്രകാരം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു: നിന്നോടൊപ്പം 1 മൈൽ ദൂരം സഞ്ചരിക്കാൻ പറയുന്നവനോട്, ചോദിക്കുന്നവനോട് 1 മൈൽ ദൂരം അധികം സഞ്ചരിക്കാനായിട്ട് താല്പര്യം കാണിക്കുക. ഒരു കരണം അടിക്കുന്നവന് മറുകരണം കൂടി, കവിൾ കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു നീതിബോധം. പുറങ്കുപ്പായം ചോദിക്കുന്നവന് കോട്ടുകൂടെ ഊരിക്കൊടുക്കുന്ന ഒരു നീതിബോധം. ഇതാണ് ക്രിസ്തുവിൻ്റെ നീതിബോധം. എല്ലാത്തിനെയും അതിലംഘിക്കുന്ന ഒരു നീതിബോധമായി അത് ലോകത്തിന് മുൻപിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് പൊതുവെ ക്രിസ്ത്യാനികളെ സഹിഷ്ണുതരായ വ്യക്തികളെന്ന് ലോകം തന്നെ ഉറ്റുനോക്കി വിശേഷിപ്പിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ നീതിബോധത്തിൽ നിന്ന് വാർത്തെടുത്ത ഒരു ആത്മീയതയായി മാറുന്നുണ്ട്. ക്രിസ്തു ലോകത്തിന് മുൻപിൽ കാണിച്ച ഈ മാതൃക പലപ്പോഴും ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒന്ന്. ഇത് സാധ്യമാണോ എന്ന തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകാം. കാരണം ഒരുവന് സ്നേഹിതന് വേണ്ടി ഒരുപക്ഷെ നമ്മളൊക്കെ ചെയ്യാറുള്ള നീതിബോധം, ഇംഗ്ലീഷിലെ നീതിയെക്കുറിച്ച് പ്രകാരം പറയും, ജസ്റ്റിസ് ഈസ് ഗിവിങ് വാട്ട് ഈസ് ഡ്യൂ ഫോർ ഈച്ച് വൺ അക്കോർഡിംഗ് ടു ഹിസ് ഓൺ നീഡ്. ഓരോ വ്യക്തിക്കും അർഹതപ്പെട്ടത് മാത്രം ചെയ്യുക. ഡ്യൂ, വാട്ട് ഈസ് ഡ്യൂ, അർഹതപ്പെട്ടത് എന്താണോ അത് നൽകുന്നത് നീതിയായി നിർവചിക്കാറുണ്ട്. എന്നാൽ അതിലും കടന്ന് ഒരു പടി കൂടെ കടന്ന് മുന്നോട്ട് ഒരു നീതിബോധത്തെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞു വെക്കുന്നത്. അതാണ് ആ നീതിബോധത്തെ, ക്രിസ്തുവിൻ്റെ നീതിബോധത്തെ ലോകം അതിശയത്തോടെ നോക്കിയത്. കാരണം 1 മൈൽ ദൂരം നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് ഒപ്പം 1 മൈൽ ദൂരം അധികം നടക്കുവാനായിട്ട് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു നൽകുന്ന ഈ പ്രത്യാശയും ഉറപ്പും നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പ്രചോദനം നൽകുമ്പോൾ നമ്മൾ മിനിമം മാത്രം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അർഹതപ്പെട്ടത് മാത്രം, ആവശ്യപ്പെട്ടത് മാത്രം ചെയ്തുകൊണ്ട് നീതിബോധത്തിൽ ചുരുങ്ങിപ്പോകുമ്പോൾ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരല്പം കൂടി ഒരു പടി കൂടി കടന്ന് ആ നീതിബോധം നിങ്ങൾക്ക് കാണിക്കുവാനായിട്ട്, ലോകത്തിന് മുൻപിൽ മാതൃകയാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മളൊക്കെ മിനിമം ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ കടന്നു പോകുമ്പോൾ അത് സിമ്പതി ആയി മാറാറുണ്ട്. എന്നാൽ ഈശോ ആവശ്യപ്പെടുന്നത് ഒരു സിമ്പതി അല്ല, മറിച്ച് എംപതി, ഗെറ്റിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി അതേഴ്സ്. അവനായിരിക്കുന്ന സാഹചര്യത്തിൽ, അവൻ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ അവനെ ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാവും. അതുകൊണ്ട് അത് ക്രിസ്തുവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറയും. എങ്കിലും അത് നമുക്കും ഒരു വെല്ലുവിളിയാണ്. നമ്മുടെ മുൻപിൽ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നീതിബോധം വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴാണ് ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നത്. അതിന് ഒരു പടി കൂടെ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഒരു പടി കൂടെ നമ്മുടെ കുറച്ചുകൂടി അല്പം സ്നേഹം നമ്മൾ ചാലിച്ച് ചേർക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ബോധ്യമുണ്ടാകുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവിലൂടെ കടന്നു പോകുന്നു. ഒരു പ്രസവവേദന എപ്രകാരമാണോ അത്തരത്തിലുള്ള ഈറ്റുനോവിലൂടെ രൂപപ്പെട്ടു വരേണ്ട ഒന്നാണ് ക്രിസ്തു എന്ന് പറയുന്ന ബോധം. ആ ക്രിസ്തുബോധം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ഈ നീതിബോധം നമുക്കുണ്ടാവും. ആ നീതിബോധത്തിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ ക്രിസ്ത്യാനിയും ഓരോ വിശ്വാസിയും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ നീതിബോധത്തോടു കൂടി ഓരോ വ്യക്തികളെയും, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിൽ, നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലൊക്കെ ഓരോരുത്തരെയും ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചാൽ അവിടെ ക്രിസ്തുവിൻ്റെ ഈ നീതിബോധം രൂപപ്പെടും. അവരെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്താതെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഈ നീതിബോധത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ഒരു കണക്കിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. 100 ആടുകളിൽ 1 നഷ്ടമാകുമ്പോൾ 99നെയും വിട്ടിട്ട് അവനാൻ ഒരെണ്ണത്തിന് വേണ്ടി അന്വേഷിച്ചു പോകാറുണ്ട്. അതിനെ കണ്ടു കിട്ടുമ്പോൾ അതിയായി സന്തോഷിച്ച് അതിനെ ചേർത്ത് പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നീതിബോധമാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ അപരനെ, സഹോദരനെ ചേർത്ത് പിടിക്കുവാനും അവൻ്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവനെ മനസ്സിലാക്കുവാനും ഒക്കെ ഒന്ന് പരിശ്രമിച്ചാൽ കുറച്ചുകൂടി അല്പം സ്നേഹം നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. അത് സാധ്യമാകുന്നത് ക്രിസ്തു പറഞ്ഞു വെക്കുന്ന ഈ നീതിബോധത്തിലൂടെയാണ്. നമുക്ക് മുന്നേ കടന്നു പോയവൻ, നമുക്ക് മുന്നേ ഈ ലോക ജീവിതം നടന്നു തീർത്തവൻ സ്വർഗത്തിലേക്ക് ഒരു പ്രധാന പുരോഹിതനായിട്ട് ഈ നീതിബോധത്തോടു കൂടെ ഇത് മാതൃകയാക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു കടന്നു പോയത്. അവൻ നടന്നു തീർത്ത വഴികളിലൂടെ, ആ പാതകളിലൂടെ നമുക്ക് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നീതിബോധം നമുക്കുണ്ടാവണം. ആ ക്രിസ്തു നമ്മിലും എന്നിലും രൂപപ്പെട്ടു വരണം. അത് രൂപപ്പെടുന്നത് വരെ നമ്മൾ കുറച്ചൊക്കെ ഈറ്റുനോവിലൂടെ കടന്നു പോകണമെന്ന് പൗലോസ്ലീഹ വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ഒരു ഈറ്റുനോവിൻ്റെ വേദനയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു നീതിബോധത്തിലേക്ക് വളരുവാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സഹോദരനെ, അപരനെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഈ അടുത്തിടെ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് പ്രകാരമായിരുന്നു ദി അൺടോൾഡ് ലവ്, പറയാതെ വെച്ച സ്നേഹം. ആ പുസ്തകത്തിൻ്റെ കവർ പേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നി. അതിൻ്റെ കവർ പേജ് ഇപ്രകാരമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിണ്ടുകീറിയ 2 പാദങ്ങൾക്കിടയിൽ തെളിയുന്ന ഒരു ഹൃദയത്തിൻ്റെ ചിത്രം.
ഒരു ലവ് സിമ്പലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ പാദങ്ങൾ കാണുമ്പോൾ അറിയാം, ഒരു മനുഷ്യായുസ് മുഴുവൻ നടന്നു തീർത്ത് അപരന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയുടെ വിണ്ടുകീറിയ പാദങ്ങളാണ്. ആ പുസ്തകം വായിച്ച് അതിലെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം വെളിവാകും. ഒരു മകന് വേണ്ടി സ്വന്തം അപ്പൻ, പിതാവ് മനുഷ്യായുസ് മുഴുവൻ അവനറിയാതെ അവനെ പലപ്പോഴും ആ സ്നേഹം ബാഹ്യമായ വലിയ ആഘോഷങ്ങളിലൂടെയോ അല്ലെങ്കിൽ വലിയ കരുതലിലൂടെയോ ഒന്നും പ്രകടമാക്കാതെ അവന് വേണ്ടി ഉള്ളിലും അവനെ ചേർത്ത് പിടിച്ച, അവനറിയാതെ ചേർത്ത് പിടിച്ച ഒരുപാട് സ്നേഹം അവന് വേണ്ടി ജീവിച്ചു തീർത്ത ആ അപ്പൻ്റെ മൃതദേഹത്തിനരികിൽ മകൻ ഇരിക്കുമ്പോൾ കൂട്ടിക്കെട്ടിയ ആ മൃതദേഹത്തിന്റെ കാലുകൾ മകന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആ പാദങ്ങൾ നോക്കുമ്പോൾ വിണ്ടുകീറി ഇരിക്കുന്നതായിട്ട് കാണും. വ്രണങ്ങൾ വന്ന് വിണ്ടുകീറിയ ആ പാദങ്ങളിൽ അവൻ നോക്കിക്കൊണ്ട് വാവിട്ട് കരയുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവിച്ചു ചേർത്ത ഒരപ്പൻ്റെ കരുതലിൻ്റെ സ്നേഹം മുഴുവനും ആ പാദങ്ങളിൽ പ്രകടമായി. സാധാരണയായിട്ട് നമ്മളൊരു വ്യക്തിയെ നോക്കുമ്പോൾ അധികം ശ്രദ്ധ പോകാത്ത ഒരിടമാണ് പാദങ്ങൾ അല്ലെങ്കിൽ കാലുകൾ. അഥവാ തന്നെ ശ്രദ്ധ പോയാൽ അത് കവേർഡായിരിക്കും. അത് പലപ്പോഴും പല ചെരുപ്പുകളും എല്ലാം കൊണ്ട് കവറായതുകൊണ്ട് നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ആ മൃതദേഹത്തിൽ ആ കൂട്ടിക്കെട്ടിയ കാലുകൾ വ്രണം വന്ന് വിണ്ടുകീറി ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവിച്ചു തീർത്ത ആ പാദങ്ങൾ കാണുമ്പോൾ ആ മകൻ്റെ ഹൃദയത്തിൽ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, തനിക്ക് വേണ്ടി കരുതി വെച്ച ഒരുപാട് കരുതലിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ ആ മകൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ മകൻ വാവിട്ട് ആ മൃതദേഹത്തിനരികിൽ നിൽക്കുന്നതാണ്. ആ സ്നേഹത്തിൻ്റെ ഹൃദയമാണ് ആ വിണ്ടുകീറിയ പാദങ്ങൾക്കിടയിലൂടെ തെളിഞ്ഞു കണ്ടത്. നമുക്ക് മുൻപേ നടന്നുപോയ ഒരുപാട് വ്യക്തികളുണ്ട്. നമുക്ക് മുന്നേ ജീവിതം ജീവിച്ചു തീർത്ത് നമുക്ക് മാതൃക നൽകിപ്പോയവരുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ വിണ്ടുകീറിയ പാദങ്ങളുമായിട്ടാണ് അവർ കടന്നുപോയത്. അതുപോലെ ക്രിസ്തു എന്ന പ്രധാന പുരോഹിതൻ ഈയൊരു നീതിബോധത്തോടു കൂടി സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ കുരിശിൽ മുറവേറ്റുകൊണ്ട് പാദങ്ങളുമൊക്കെ വിണ്ടുകീറി അവൻ നമുക്ക് മുൻപേ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്ത് ഒരു ഉറപ്പോടുകൂടെയാണ്, പ്രത്യാശയോടുകൂടെയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. ആടിൻ്റെ മണമുള്ള ചൂരുള്ള ഒരു ഇടയനായിട്ട് അവനെപ്പോഴും നമ്മുടെ ചാരയുണ്ട് എന്നുള്ള വലിയ ബോധ്യം ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കുറച്ചുകൂടി പ്രത്യാശയും ഉറപ്പുമൊക്കെ നൽകണം. ഇത് എന്നിലും നിങ്ങളിലുമൊക്കെ ക്രിസ്തു ജീവിക്കുന്ന മനുഷ്യരായി മാറ്റത്തക്ക രീതിയിൽ വളരുവാനുള്ള ആത്മീയത സൃഷ്ടിച്ചെടുക്കണം. ഇന്നത്തെ ലോകത്തിൽ, ഇന്നത്തെ സാഹചര്യങ്ങളിൽ ആവശ്യപ്പെടുന്നതും വെല്ലുവിളി ഉയർത്തുന്നതുമായ ഒരു കാര്യം ക്രിസ്തുവിനെ ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ഈ ഒരു നീതിബോധവും ക്രിസ്തു പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ മാതൃകയും ഒക്കെ ജീവിക്കുവാനായിട്ട് നമ്മളെടുക്കുന്ന ഓരോ ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെ അത് വലിയ വിലയുള്ളതായി മാറുന്നുണ്ട്. ക്രിസ്തു നമ്മിൽ കരുപ്പിടിപ്പിക്കേണ്ട ഈ ഒരു നീതിബോധം, ഈ ഒരു ആത്മീയത നമ്മിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ ഇത്ര നേരവും കണ്ട വചനങ്ങളിലും എല്ലാം തെളിഞ്ഞു നിന്നത്. ക്രിസ്തുവിൻ്റെ നീതിബോധം നമ്മുടെ ആത്മാവിൽ ജീവനായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും ഈശോ പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ 10:10 പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈ ജീവന്റെ സമൃദ്ധിയാണ് ക്രിസ്തുവിൻ്റെ നീതിബോധത്തിൽ തെളിഞ്ഞു നിന്നത്. ആ ബോധത്തോടു കൂടി നമ്മൾ എൻ്റെ സഹോദരനെ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ അവൻ്റെ അവസ്ഥയിൽ മനസ്സിലാക്കുവാനായിട്ട് ചേർത്ത് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ജീവന്റെ സമൃദ്ധി നമുക്ക് കൈമാറുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആ നീതിബോധമാണ് നമ്മിൽ തെളിയേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു ഉത്ഥാനശേഷം തൻ്റെ ശിഷ്യന്മാരിൽ നൽകിയ എല്ലാ വചനങ്ങളിലും അവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ധാരാളം ഇടങ്ങളുണ്ട്, അവിടേക്ക് ഞാൻ പോയി നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള വലിയ പ്രത്യാശയുടെ ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഒരു ഉറപ്പോടുകൂടിയാണ് നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ ആ പ്രധാന പുരോഹിതന്റെ നീതിബോധം നമുക്ക് മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുന്നത്.
തിരുക്കുടുംബത്തിൻ നാഥയമമ്മേ, യേശുവിനമ്മേ മാതാവേ. തിരുക്കുടുംബത്തിൻ നാഥയമമ്മേ, യേശുവിനമ്മേ മാതാവേ. എൻ്റെ കുടുംബത്തിൻ അമ്മയായി വാഴണമേ, എൻ്റെ ജീവന്റെ നാഥയായി മാറണമേ. എൻ്റെ കുടുംബത്തിൻ അമ്മയായി വാഴണമേ, എൻ്റെ ജീവന്റെ നാഥയായി മാറണമേ. അമ്മേ മാതാവേ, എൻ്റെ അമ്മേ മാതാവേ, അമ്മേ മാതാവേ, എൻ്റെ അമ്മേ മാതാവേ. ജ്ഞാനത്തിലും ഭക്തിയിലും യേശുവെ പോലെന്നെ വളർത്തണമേ. എളിമയിലും ക്ഷമയിലും സ്നേഹത്തിലും എന്നെ നടത്തണമേ. ജ്ഞാനത്തിലും ഭക്തിയിലും യേശുവെ പോലെന്നെ വളർത്തണമേ. എളിമയിലും ക്ഷമയിലും സ്നേഹത്തിലും എന്നെ നടത്തണമേ. അമ്മേ മാതാവേ, എൻ്റെ അമ്മേ മാതാവേ, അമ്മേ മാതാവേ, എൻ്റെ അമ്മേ മാതാവേ. അനുസരണം എന്നെ പഠിപ്പിക്കണേ, ആത്മാവിനാൽ എന്നെ നയിക്കണമേ. തിരുഹിതമെന്നിൽ നിറവേറ്റണേ, യേശുവിൻ പാതയിൽ നടത്തണമേ. അനുസരണം എന്നെ പഠിപ്പിക്കണേ, ആത്മാവിനാൽ എന്നെ നയിക്കണമേ. തിരുഹിതമെന്നിൽ നിറവേറ്റണേ, യേശുവിൻ പാതയിൽ നടത്തണമേ. അമ്മേ മാതാവേ, എൻ്റെ അമ്മേ മാതാവേ, അമ്മേ മാതാവേ, എൻ്റെ അമ്മേ മാതാവേ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്.
eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.